നമസ്കാരം, ഞാൻ ഷാഹിൻ. ഇന്ത്യൻ ക്ലാസിഫൈഡ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പ്രോപ്പർട്ടിയിലെ 4 പ്ലോട്ടുകളാണ്. ഈ പ്ലോട്ടുകളുള്ളത് നമ്മുടെ ട്രിവാൻഡ്രത്തെ ഒരു ഫേമസ് പ്ലേസ് ആയ കാട്ടാക്കടയിലാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് അങ്ങോട്ടാണ് നമ്മുടെ കാട്ടാക്കട ജംഗ്ഷൻ വരുന്നത്. ഇവിടെ തൊട്ടടുത്ത് ഒരു 50 മീറ്റർ മാത്രമേ ഉള്ളൂ കാട്ടാക്കട ജംഗ്ഷനിലേക്ക്. ഇവിടെയാണ് കാട്ടാക്കട മാർക്കറ്റ് റോഡ് എന്ന് പറയും ഈ സ്ഥലം. അപ്പം ഇങ്ങോട്ട് പോകുമ്പോൾ നെടുമങ്ങാടാണ് ഏരിയ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം വഴി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്, ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട്. ഈ ഗുരുമന്ദിരമാണ് ഇവിടുത്തെ ലാൻഡ് മാർക്ക്. ഈ ഗുരുമന്ദിരം ശ്രദ്ധിക്കുക. ഈ ഗുരുമന്ദിരത്തിനകത്തുനിന്ന് വെറും 300 മീറ്റർ മാത്രമേ ഞാൻ ഈ പറയുന്ന പ്ലോട്ടുകളുള്ളൂ. കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒരു ലാൻഡ് മാർക്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മൾ യൂഷ്വലി ഒരു ലൊക്കേഷൻ അയച്ചു തരുമ്പോൾ നിങ്ങൾ പല വഴിയിൽ ചെന്ന് കറങ്ങേണ്ടി വരും. അപ്പോൾ അതില്ലാതെ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഗുരുമന്ദിരം ശ്രദ്ധിക്കുക. ഏറ്റവും മെയിനായിട്ട് കാട്ടാക്കട മാർക്കറ്റ് റോഡിന് അടുത്ത് വരിക, അവിടുത്തെ ഗുരുമന്ദിരത്തിനകത്തേക്ക് കയറുക. ഒരു 300 മീറ്റർ അകത്തേക്ക് നമ്മുടെ പ്ലോട്ടുകളുണ്ട്. ഈ വഴിയാണ് നേരെ നമ്മുടെ പ്ലോട്ട് പോകുന്നത്. ഇതാണ് ബാങ്ക് ഓഫ് ബറോഡ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മേജർ ലാൻഡ് മാർക്സ്. തൊട്ടടുത്ത് കാട്ടാക്കട താലൂക്ക് ഉണ്ട്. പിന്നെ ഈ പ്ലോട്ട് സ്വന്തമാക്കിയാൽ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും ഭയങ്കര അക്സസിബിലിറ്റീസ് ആണ്. കാര്യം ഇപ്പോൾ പങ്കജകസ്തൂരി ആയാലും അതുപോലെ തന്നെ നെയ്യാർ മെഡിസിറ്റിയൊക്കെ ഇവിടെ നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതുപോലെ ക്രിസ്ത്യൻ കോളേജ്, പിന്നെ സ്കൂൾസ്, പിന്നെ കടകൾ എല്ലാം ഇവിടെ ഒരു എന്താ പറയാൻ, എല്ലാം ഇവിടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഈ കാട്ടാക്കട ഈ ഒരു പ്രൈം ഏരിയയിൽ. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് റോഡിൽ നിന്ന് വെറും 300 മീറ്റർ അകത്ത് മാത്രമാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത്. അപ്പോൾ സുഖമായിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങി ഒരു പർച്ചേസിനോ എന്തിനും നിങ്ങൾക്ക് പുറത്തിറങ്ങാം. പിന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്, വണ്ടികളുണ്ട്, എല്ലാം ഫുൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈം ലൊക്കേഷനിൽ തന്നെയായിരിക്കും ഒരു പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോകാൻ വേണ്ടി നമുക്ക് അകത്തേക്ക് പോകാം. നമ്മുടെ പ്രോപ്പർട്ടി ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ നേരത്തെ കണ്ട ശ്രീനാരായണ ഗുരു മന്ദിരത്തിനടുത്ത് നമ്മുടെ SN നഗർ റെസിഡൻസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് നമ്മുടെ വഴി പരിചയപ്പെടുത്തരാം. ഈ SN നഗർ റെസിഡൻസിൽ നിന്ന് ഒരു 300 മീറ്റർ, അതായത് മെയിൻ റോഡിൽ നിന്ന് ഒരു 300 മീറ്റർ വരുമ്പോൾ തന്നെ നമ്മുടെ ഈ വഴിയിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ നേരെ പോവുകയാണെങ്കിൽ കാട്ടാക്കടയിലെ ഫേമസ് ക്രിസ്ത്യൻ കോളേജ്, ആ ക്രിസ്ത്യൻ കോളേജിലേക്കുള്ള വഴിയാണ് നമ്മൾ നേരെ കാണുന്നത്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി. അപ്പോൾ ടോട്ടൽ എല്ലാം കൂടെ ഒരു 6 പ്ലോട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 2 ഓൾറെഡി സെയിലായി. അപ്പോൾ ബാക്കി 4 നമുക്കിപ്പോൾ കാണാം. ഇതിപ്പം ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ ഒരു ഭയങ്കര ഒരു പീസ്ഫുൾ, ഒരു എന്താ പറയുക, ഒരു സിറ്റിയുടെ ഔട്ട്സ്കേർട്സിൽ നിന്ന് മാറി നമുക്കൊരു എന്താ പറയുക നല്ല പീസ്ഫുൾ ആയിട്ട് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ തന്നെയായിരിക്കും കാട്ടാക്കടയിൽ ഈ ഒരു ലൊക്കേഷൻ. അപ്പം നമ്മുടെ 4 പ്ലോട്ടുകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതാണ് വഴി ഒരു 4.8 വീതി വരുന്ന വഴിയാണ് ഇവിടെ ഉള്ളത്. ഒരു വലിയ കാർ വണ്ടികളൊക്കെ പോകും, സുഖമായിട്ട് ഈ വഴി പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ 4 പ്ലോട്ടുകൾ. ഈ പ്ലോട്ട് വന്നിട്ട് 6 സെന്റാണ് എല്ലാം കൂടെ. ഇതിൻ്റെ അപ്പുറത്തെയും 6 സെന്റാണ് വരുന്നത്. പിന്നെ ഇതിന് താഴെയുണ്ട്, ഇപ്പം ഇതെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഒറിജിനൽ ഫോട്ടോ, മുമ്പ് ഇത് വൃത്തിയാക്കിയിരുന്ന സമയത്തുള്ളൊരു നല്ലൊരു ഫോട്ടോ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഇടും. അതിനോടൊപ്പം തന്നെ ഒരു ഡീറ്റെയിൽഡ് സ്കെച്ചും നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഇത് 6 സെന്റിൻ്റെ ഒരു പ്ലോട്ടാണ്. ഇതിന് അപ്പുറത്തെയും 6 സെന്റാണ് സെയിം. ഇനി ഇതിൻ്റെ തൊട്ട് താഴേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നെങ്കിലും നമ്മൾ കാണിച്ചു തരാം. ജസ്റ്റ് ഇതിൻ്റെ തൊട്ട് താഴെയാണെങ്കിൽ 5.5 സെന്റ് വരുന്ന പ്ലോട്ടാണ്. 5.5 സെന്റ്. അതിന് നടുക്ക് ഒരു ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നടുക്ക് അതിനപ്പുറത്തേക്ക് ഒരു 4.5 വരുന്ന ഒരു പ്ലോട്ടാണുള്ളത്. അപ്പോൾ ഇതാണ് ഈ 4 പ്ലോട്ടുകളാണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത്. നമ്മുടെ പ്ലോട്ടുകളിലേക്കുള്ള വഴി പരിചയപ്പെടാം. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് 4 പ്ലോട്ടുകളാണുള്ളത്. ആദ്യമായിട്ട് നമ്മുടെ ഈ പ്ലോട്ട്, ഞാൻ പറഞ്ഞ ഈ 6 സെന്റിൻ്റെ പ്ലോട്ടിലേക്കുള്ള വഴിയാണ് ഇത്. ഈ വഴിയാണ് നമുക്ക് ഈ ഒരു 6 സെന്റ് പ്ലോട്ടിലേക്ക് കയറാനുള്ള വഴി. ഇനി ഇതിനപ്പുറത്തെ 6 സെന്റ് പ്ലോട്ടിലേക്കും ഞാൻ വഴി കാണിച്ചു തരാം. ഇത് ഈ വഴി ഒരു JCBക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ ആണ് അവർ ഈ വഴി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വഴി നേരെ പോകുന്നത് നമുക്ക് ഈ 6 സെന്റ് പ്ലോട്ടിലേക്ക് കയറാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ചെന്ന 2ാമത്തെ പ്ലോട്ട്. 1ാമത്തെ ഇവിടെ 6 സെന്റിൻ്റെ, 2ാമത്തെ ഇവിടെ വഴി ഈ വഴിയാണ്. ഈ വഴി കൂടെ തന്നെ നമുക്ക് ഈ പ്ലോട്ടിലേക്ക് ഇറങ്ങാൻ പറ്റും. അതായത് 4.5 സെന്റിൻ്റെ പ്ലോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഡിവിഷൻ ഇവിടെയാണ് വരുന്നത്. ഇത് 5.5 സെന്റിൻ്റെ പ്ലോട്ടാണ്. ഇവിടേക്കുള്ള വഴി, അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റിൻ്റെ സൈഡിലൂടെയാണ് ഇവിടേക്കുള്ള വഴി വരുന്നത്. എല്ലാം കൂടെ പറയുകയാണെങ്കിൽ ഒരു 4 വീട് ഒരുമിച്ച് ഇരിക്കുന്നൊരു രീതിയാണ്. അപ്പോൾ ഈ പോസ്റ്റിൻ്റെ ഈ വഴിയാണ് ഈ പ്ലോട്ടിലേക്ക് കയറാനുള്ള വഴി. ഈ ഒരു ഒറ്റ വഴി കൂടെ നമുക്ക് 2 പ്ലോട്ടിൽ ഇറങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ താഴത്തെ 2 പ്ലോട്ട് കണ്ടിരുന്നില്ല. ആ താഴത്തെ 2 പ്ലോട്ട് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ വ്യൂവേഴ്സിന് തോന്നും
നേരെ അവർക്ക് നേരെ കാണാൻ പറ്റില്ലെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ പഴയ ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. കാരണം ഇപ്പം ഈ മഴയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഇവർക്ക് നേരെ അത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് ഓർഡർ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പഴയ വീഡിയോ നമ്മൾ തപ്പിപ്പിടിച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലൊരു ക്ലിയർ വിഷൻ കിട്ടും ഈ ഒരു പ്ലോട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയും വാട്ടർ കണക്ഷൻ എല്ലാം ഇവിടെ സെറ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതിൻ്റെ റേറ്റ്. ഈ 2 പ്ലോട്ടിനും ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ 4.5 ലക്ഷം രൂപയാണ് ഈ 2 പ്ലോട്ടിനും ചോദിക്കുന്ന റേറ്റ്. ഇനി ഇതിൻ്റെ തൊട്ട് താഴത്തെ 2 പ്ലോട്ടിന് ചോദിക്കുന്ന റേറ്റ് 4 ലക്ഷം രൂപയാണ് ഒരു സെന്റിന്. ഓക്കെ, ഒരു സെന്റിനുള്ള റേറ്റ് ആണ്. ഇതൊരു പീസ്ഫുൾ ആയ റെസിഡൻഷ്യൽ ഏരിയ ആണ്. നിങ്ങൾക്ക് കാണാം ഒരുപാട് പിള്ളേരൊക്കെ ഇവിടെ കാണാൻ പറ്റും. ചുറ്റും ഒരുപാട് വീടുകളുണ്ട്, പിള്ളേരുണ്ട്. അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ, അതായത് സിറ്റിയുടെ ഔട്ട്സ്കേർട്സിൽ നിന്ന് മാറി പീസ്ഫുൾ ആയിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഫാമിലീസിനാണെങ്കിൽ വന്ന് താമസിക്കാൻ പറ്റിയ ഒരു ബെറ്റർ പ്ലേസ് ആണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ ഓണറിൻ്റെ നമ്പർ നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഓണറിനെ വിളിക്കുക, നിങ്ങൾ പ്ലോട്ട് വന്ന് വിസിറ്റ് ചെയ്യുക, ബാക്കി നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുക. തീർത്തും നെഗോഷ്യബിൾ ആണ് റേറ്റ് എന്ന് പറയുന്നത്. നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾ ഡീൽ ഫിക്സ് ചെയ്യുക.